ഒരുമിച്ച് ജോലി ചെയ്യുന്ന ഞങ്ങൾ ഇന്നൊരു ഹൈക്കിങ്ങിന് പോവുകയാണ്. അങ്ങനെ 8 പേർ 4 ബൈക്കുകളിലായിട്ടാണ് യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ നെടുമങ്ങാട് താലൂക്കിലെ വാഴ്വാന്തോൾ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാഴ്വാന്തോളിലേക്ക് 48 കിലോമീറ്ററോളം ദൂരമുണ്ട്. പത്തരയോടുകൂടി കാണിത്തടം ചെക്ക് പോസ്റ്റിലെത്തി. കാടിനകത്തേക്ക് കയറാൻ ഇവിടെ നിന്ന് പെർമിറ്റ് എടുക്കണം. ഒപ്പം നമ്മുടെ പേരും വയസ്സും ഫോൺ നമ്പറും വണ്ടിയുടെ നമ്പറും എല്ലാം ഉൾപ്പെടുന്ന ഒരു ഡിക്ലറേഷനും എഴുതി നൽകേണ്ടതായിട്ടുണ്ട്. പെർമിറ്റ് എടുക്കാൻ ഏറ്റവും കുറഞ്ഞ നിരക്ക് 1000 രൂപയാണ്. അതിൽ മാക്സിമം 5 പേർക്ക് അകത്ത് കടക്കാം. നിങ്ങൾ ഒരാളോ 2 പേരോ 3 പേരോ ആയി വന്നാലും പെർമിറ്റിന്റെ മിനിമം തുക 1000 നൽകണം എന്ന് സാരം. 5-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ ഓരോ ആൾക്കും 200 രൂപ വെച്ച് കൂടുതൽ നൽകണം. ഞങ്ങൾ 8 പേർക്ക് പെർമിറ്റിന് വേണ്ടി 1600 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. പലയിനം വനവിഭവങ്ങളുടെ സ്റ്റോക്ക് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ പെർമിറ്റ് എടുത്ത് കാട്ടിലേക്ക് കയറാം. ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമേ കാടിനകത്തേക്ക് കയറാൻ പെർമിറ്റ് അനുവദിക്കുകയുള്ളൂ. ആഴ്ചയിലെ എല്ലാ ദിവസവും സന്ദർശനം അനുവദനീയമാണെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ അല്ലെങ്കിൽ വല്ലാതെ മഴയുള്ള കാലങ്ങളിലൊക്കെ അകത്തേക്ക് കയറ്റി വിടാറില്ല. അതിനാൽ തന്നെ വെള്ളച്ചാട്ടം കാണാൻ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് വരുന്നത് നല്ലതായിരിക്കും. ഇനി 800 മീറ്റർ കൂടി വണ്ടിയിൽ പോകാം. അങ്ങനെ നമ്മൾ വളരെ വിശാലമായ ഒരു സ്പേസിലേക്കാണ് എത്തുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. അടുത്തായി തന്നെ വാഷ്റൂമും ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ ചുരുക്കി വെള്ളച്ചാട്ടത്തിന്റെ ഭൂമിശാസ്ത്രം വിവരിക്കുന്ന ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിലെത്താൻ 2.5 കിലോമീറ്റർ ഉണ്ടെന്നും മനസ്സിലായി. വെള്ളച്ചാട്ടത്തിലേക്കുള്ള കവാടം പോലെ നമ്മളെ സ്വീകരിക്കാനായി വളരെ മനോഹരമായ ഒരു കമാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് ചുവട്ടിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഹൈക്കിംഗ് തുടങ്ങി. ഇല്ല ഗൈസ്, തുടങ്ങിയില്ല. അകത്ത് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. വനത്തിനകത്ത് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള 2 നിർമ്മിതികൾ. നമ്മുടെ ജനറേഷനും മുൻപത്തെ പൂർവികർ എങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചോ അതിനെ ഓർമ്മിപ്പിക്കുന്ന മരത്തൂണുകളിൽ ഓല മേഞ്ഞ ചെറിയ തടികൾ കൊണ്ട് കൈവരി തീർത്ത മുള പൊട്ടിച്ച് വിരിച്ച് മേശ പോലെ ഉപയോഗിക്കുന്ന കുടിൽ. അവിടെ 2 ജീവനക്കാരുണ്ട്. അവർ ഞങ്ങളുടെ ടിക്കറ്റും ആൾക്കാരുടെ എണ്ണവും നോക്കി ഉറപ്പിക്കുകയാണ്. ഒപ്പം പ്ലാസ്റ്റിക് കവറുകളോ ബോട്ടിലോ മറ്റ് മാലിന്യ വസ്തുക്കളോ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. പ്ലാസ്റ്റിക് ബോട്ടിലിൽ കൊണ്ടുവന്ന വെള്ളം കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിച്ചുവെങ്കിലും ബോട്ടിൽ വഴിയിൽ ഉപേക്ഷിക്കാതെ തിരിച്ചു കൊണ്ടുവരും എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളിൽ നിന്ന് 200 രൂപ കോഷൻ ഡിപ്പോസിറ്റ് വാങ്ങി ഒരു സ്ലിപ്പും തന്നു. തിരിച്ചു വരുമ്പോൾ ഈ ബോട്ടിലുകളും സ്ലിപ്പും കാണിച്ചു കഴിഞ്ഞാൽ ഈ കാശ് തിരിച്ചു തരാമെന്ന്. അപ്പോഴേക്കും ഞങ്ങളുടെ ഇടയിലെ 2 കുഞ്ഞുവാവുകൾ ഊഞ്ഞാൽ സ്ഥാനം ഉറപ്പിച്ചു. ആട്ടവും പാട്ടും കളിയും കുസൃതിയും. അങ്ങനെ കുറച്ച് സമയം. കല്ലുകൾ നിറഞ്ഞ് മരത്തിന്റെ വേരുകൾ അതിനിടയിൽ ചുറ്റിപ്പിണഞ്ഞ് അങ്ങനെ കിടക്കുന്ന വഴി. ഈ മലമ്പാതയുടെ 2 വശങ്ങളിലും ധാരാളം ഈറ്റക്കാടുകളുണ്ട്. ഈറ്റ ആനയുടെ ഇഷ്ട വിഭവമാണ്. ആന, കാട്ടുപോത്ത്, പന്നി, കരടിയൊക്കെയുള്ള കാടാണിത്. തോടയാർ മൃഗങ്ങളുടെ ശുദ്ധജല സ്രോതസ്സായതുകൊണ്ട് തന്നെ വൈകുന്നേരം പിന്നിട്ട് കഴിഞ്ഞാൽ ഈ പരിസരങ്ങളിൽ മൃഗങ്ങളെ കാണാനാകുമെന്നാണ് ഗൈഡ് പറയുന്നത്. വൃക്ഷനിബിഡമായ നിത്യഹരിത വനമാണിത്. പന്തലിട്ട പോലെ എപ്പോഴും നല്ല തണലും തണുപ്പുമാണിവിടെ. മാർഗമധ്യേ ഒരു വൻമരം വീണ് കിടക്കുന്നുണ്ട്. പണ്ടെപ്പോഴോ വീണതാണ്. പോയിസൺ ഡെവിൾ ട്രീ എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരും അതിന്റെ കിടപ്പും നമ്മളിൽ അല്പം ആശങ്കയുണ്ടാക്കുമെങ്കിലും കളിയും ചിരിയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഞങ്ങൾ നടക്കുന്ന ഈ പാതയ്ക്ക് സമാന്തരമായി തന്നെ തോടയാർ പാറക്കെട്ടുകളിൽ ചിന്നിച്ചിതറി ഒഴുകുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ആറ്റിലേക്ക് ഞങ്ങൾ ചാടിയിറങ്ങി. അങ്ങനെ ചാടിയിറങ്ങാൻ പറ്റില്ല. തോടയാറിന്റെ അടിത്തട്ട് മിക്കവാറും പാറകളാണ്, ചിലയിടത്ത് കുഴിയും. ഞങ്ങൾ പോകുമ്പോൾ അധികം വെള്ളവുമില്ല. ചാടിയിറങ്ങിയാൽ വല്ല കല്ലിലോ മറ്റോ തട്ടി അലച്ചു തല്ലി വീണേനെ. ഞങ്ങൾ വളരെ സൂക്ഷിച്ച് പതിയെയാണ് ഇറങ്ങിയത്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഒരു ഗുമ്മില്ല. എന്തായാലും ഞങ്ങൾ ചാടിയിറങ്ങി 2 റൗണ്ട് നീന്തി മുങ്ങി കുളിച്ച് ഞങ്ങളുടെ യാത്ര തുടങ്ങി. മലയുടെ അടിവാരത്തിലൂടെ ഒഴുകുന്ന തോടയാർ നദി സഹ്യപർവ്വത നിരയുടെ തെക്കേ അറ്റത്ത് പേപ്പാറ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ ബോണക്കാട് ചാമ്പലാപ്പിൽ ഉത്ഭവിച്ച് പേപ്പാറയിലൂടെ ഒഴുകി അരുവിക്കരയിലൂടെ
കരമനയാറിൽ പതിച്ച് തുടർന്ന് അറബിക്കടൽ ചേരുകയാണ്. ഈ തോടയാറിനപ്പുറത്ത് ആദിവാസികളുടെ അധിവാസ കേന്ദ്രങ്ങളുണ്ട്. ഹൈക്കിംഗ് തുടങ്ങി ആദ്യത്തെ കുത്തനെയുള്ള കയറ്റമാണ്. വളരെ സൂക്ഷിക്കണം, കാരണം മുഴുവൻ പാറകളാണ്. പാറയിൽ പായലും മണൽത്തരികളും ഒക്കെ ഉണ്ടാകും. സൂക്ഷിച്ചില്ലെങ്കിൽ വഴുതി വീഴാൻ സാധ്യത വളരെ കൂടുതലാണ്. മല കയറി ചെല്ലുമ്പോൾ പാറകൾക്കിടയിൽ ഒരു ചെറിയ വഴി. ഇനി ഈ വഴി വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായാലോ എന്നോർത്ത് അതിലെ വലിയ പാറക്കഷ്ണം ഞങ്ങൾ അല്പം നീക്കി വെച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ഒരു നീർക്കെട്ട്, അവിടെ അല്പസമയം ചിലവഴിച്ചു. ഇവിടെ ഫോണിന് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ആരോ പാട്ട് പ്ലേ ചെയ്തു. പിന്നെ പാട്ട് കേട്ടായി നടത്താം. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പാറക്കെട്ടുകളിലൂടെ നീർച്ചാലുകൾ ഒഴുകുന്ന പാത, വിശാലമായ വഴികൾ മാറി ഒറ്റയടി പാതയായിരിക്കുന്നു. ഈ വഴിയിലൂടെയൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. ശ്രദ്ധയൊന്ന് മാറിയാൽ വേരിലോ കല്ലിലോ ഒക്കെ തട്ടി നമ്മൾ വീണേക്കാം. ചുറ്റും പാറകളാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ ഒരു മൺഗുഹയും കണ്ടു. നമ്മൾ വെള്ളച്ചാട്ടത്തിന് അരികിലെത്തിയെന്നാണ് തോന്നുന്നത്. വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ട്. പല തട്ടുകളായാണ് വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. അപകട സാധ്യത വളരെ കൂടുതലായതിനാൽ ഏറ്റവും മുകളിലത്തെ തട്ടുകളിലേക്ക് നമുക്ക് പോകാനാകില്ല. അവിടേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുകയാണ്. കാടിനുള്ളിലേക്ക് 2.5 കിലോമീറ്റർ നടന്നു. അതിൽ തന്നെ 1.5 കിലോമീറ്റർ മല കയറി. താഴെ നിന്ന് എണ്ണുകയാണെങ്കിൽ ആദ്യത്തെ തട്ടായിരിക്കണം. ഇതാ ഇവിടെ നിൽക്കുമ്പോൾ മുന്നിൽ കാണാം വാഴവന്തോൾ വെള്ളച്ചാട്ടം. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ചകൾ. മുകളിൽ ആകാശ നീലിമയിൽ മരുപ്പച്ചയ്ക്കും പാറക്കെട്ടുകൾക്കുമിടയിലൂടെ വെള്ളം ചിന്നിച്ചിതറി ഇരമ്പലോടെ താഴേക്ക് പതിക്കുന്നതും ജലബാഷ്പം മൂടൽ മഞ്ഞു പോലെ പറക്കുന്നതും ഗംഭീരമായ മനോഹരമായ കാഴ്ചകൾ. ഇപ്പോൾ സമയം 12:43 കഴിഞ്ഞു. എല്ലാവരും മുകളിലെത്തിയതിൻ്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ്. എല്ലാവർക്കും നല്ല വിശപ്പും ദാഹവുമുണ്ട്. ആകെ കയ്യിലുള്ളത് 2 കമ്പിളി നാരങ്ങയും കുറച്ച് ചിപ്സുമാണ്. പരിഷ്കാരികൾ ഇതിനെ ബബ്ലൂസ് നാരങ്ങ എന്നും പറയാറുണ്ട്. അതും കഴിച്ച് ആവശ്യത്തിന് വെള്ളവും കുടിച്ച് കുറച്ചു നേരം ഞങ്ങൾ അവിടെ വിശ്രമിച്ചു. വെള്ളവുമായി ബന്ധമുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ എത്തിയാൽ വെള്ളത്തിലിറങ്ങാതെ അതിൻ്റെ ആസ്വാദനം പൂർണ്ണമാകില്ലല്ലോ. ഞങ്ങളും തയ്യാറായി വെള്ളത്തിലേക്ക് ഇറങ്ങാനായി നടന്നു. നന്നായി തെളിഞ്ഞ തണുത്ത വെള്ളം. പതിയെ പതിയെ കളിയും ചിരിയും കളിയാക്കലും ഒരു ആഘോഷ പ്രതീതി. കുട്ടികളായ പോലെ. ഇനി എന്ത് എന്ന ചിന്തയില്ലാതെ, ഒരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതെ ആഘോഷത്തിൻ്റെ ഈ നിമിഷങ്ങൾ മാത്രം. കൊള്ളാം, നന്നായി ആസ്വദിച്ചു. ഇനി എല്ലാവർക്കും പോകാമെന്നായി. അപ്പോഴേക്കും സമയം 3 മണി കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോഴാണ് ആ ഭീകരജീവി എന്നെ പിടികൂടിയത് മനസ്സിലാക്കിയത്. അട്ട എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശുദ്ധജല പ്രദേശങ്ങളിൽ കാണുന്ന കുളയട്ട അല്ലെങ്കിൽ ലീച്ച്. സാനിറ്റൈസർ അല്ലെങ്കിൽ ഉപ്പ് ഒക്കെയാണ് ഇവനുള്ള പണി. വേറെ അട്ട അറ്റാക്ക് ഒന്നുമില്ല എന്നുറപ്പിച്ച് അവന് പരമോന്നത ശിക്ഷ നൽകി ഗൈഡിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ മലയിറങ്ങി. ഭക്ഷണം കൊണ്ടുവന്നവർ അവിടെ പലയിടത്തായി കൂടിയിരുന്ന് കഴിക്കുന്നുണ്ട്. കാട് കടന്ന് നാട്ടിലെത്തിയിട്ട് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ. വിശപ്പിന്റെ വിളി മാറി നിലവിളിയും ബഹളവും ഒക്കെ ആയതിനെ തുടർന്ന് ഓടിയും ചാടിയും ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ കാട് കടന്നു. പ്ലാസ്റ്റിക് ഒന്നും വഴിയിൽ വലിച്ചെറിഞ്ഞില്ല എന്ന് വനം ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി കോഷൻ ഡിപ്പോസിറ്റ് തിരികെ വാങ്ങി മടക്കയാത്ര തുടങ്ങി. വൈകുന്നേരം 4 മണിയോടുകൂടി കാണിത്തടം ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങളെ യാത്രയാക്കിയ വനം ജീവനക്കാരിക്ക് ഒരു പുഞ്ചിരിയും സമ്മാനിച്ച് വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിനോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. പിന്നെ ആദ്യം കണ്ട ഭക്ഷണശാല അമ്പാടി ഹോട്ടലിൽ കയറി. നല്ല ഭക്ഷണം, നല്ല പെരുമാറ്റം. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഇനി വീട്ടിലേക്കാണ്. ദൈനംദിന ജീവിതത്തിന്റെ കാഴ്ചകളും തിരക്കുകളും ശബ്ദകോലാഹലങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം പ്രകൃതിയെ ആസ്വദിച്ച് കാട്ടിലൂടെയുള്ള ഒരു യാത്ര വളരെ ഉന്മേഷകരമായ ഒരു അനുഭവം തന്നെയാണ്. ഇത്തരം റിഫ്രഷ്മെന്റ് ജീവിതത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയിൽ നാളെയുടെ തിരക്കുകളിലേക്ക് ഞങ്ങളുടെ യാത്ര തുടർന്നു.